വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കെ.പി. ശശികല ടീച്ചറുടെ FB പോസ്റ്റ് കേരള പോലീസ് മുക്കിയോ? പോലീസ് മുക്കിയ പോസ്റ്റ് ജനം TV പുറത്തുവിടുന്നു. കെ.പി. ശശികല ടീച്ചറുടെ പോസ്റ്റ് ഇപ്പോൾ ഭാരതത്തിൽ ലഭ്യമല്ല. പോസ്റ്റ് മാറ്റിയത് കേരള പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരമെന്നാണ് വിവരം. കെ.പി. ശശികല ടീച്ചറെ അറിയിക്കാതെയാണ് ഈ പോസ്റ്റ് മുക്കിയത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ തന്നെ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ 2019 കാലയളവിൽ അവിടെ വലിയ തോതിലുള്ള ദുരൂഹമായ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇനിയും ഒരു സംശയവും ആർക്കുമില്ല. ഈ ഘട്ടത്തിൽ ടീച്ചർ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയം വളരെ പ്രസക്തമാണ്. ആ പോസ്റ്റ് ഞങ്ങളിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന യുവതി പ്രവേശനം, അല്ലെങ്കിൽ 2018-ലെയും 19-ലെയും മണ്ഡലകാലവും മകരവിളക്ക് മഹോത്സവവും ഒക്കെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ദുരൂഹ പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ വേണ്ടിയാണോ എന്ന ഒരു ചോദ്യമാണല്ലോ ടീച്ചർ ആ പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നത്. ആ പോസ്റ്റാണിപ്പോൾ കാണാതായിരിക്കുന്നത് ടീച്ചർ. കാരണം ആ സംശയം അത് വെറൊരു സംശയമല്ല, അതാണ് യാഥാർത്ഥ്യം എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ബോധ്യമാണ്. കാരണം അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ ആയിരുന്ന അദ്ദേഹത്തിന്റെ മകൻ ഹരിശങ്കർജി IPS, അദ്ദേഹം ഈ യുവതീ പ്രവേശനത്തിന് മുഴുവൻ നേതൃത്വം വഹിച്ച വ്യക്തിയാണ്. മനീതികളെ ക്ഷണിച്ചു കൊണ്ടുവരാനും അങ്ങോട്ട് കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായി പോലീസ് അതോറിറ്റിക്ക് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിരുന്നു. കുറെ നാൾ അന്വേഷണമൊക്കെ ആയിപ്പോയി. അതങ്ങനെ, കാരണം പോലീസുകാർ തന്നെയാണല്ലോ അന്വേഷിക്കുന്നത്. പിന്നെ അത് എവിടേക്കും എത്താത്തൊരു വിധത്തിൽ കൊറോണ വന്നാൽ അത് അങ്ങനെ ഇട്ടു. അപ്പൊ ഞങ്ങളുടെ ആ സംശയം ന്യായമാണ്. കാരണം ഇന്നലെ ഹിന്ദു ഐക്യവേദിയുടെ സോഷ്യൽ മീഡിയ ടീം അങ്ങനെ ഒരു പിക്ചറൊക്കെ അവർ തയ്യാറാക്കി. അപ്പൊ ഈ പോസ്റ്റ് ആദ്യം ഹിന്ദു ഐക്യവേദിയുടെ ഒഫീഷ്യൽ പേജിലിട്ടു. ആ ഒഫീഷ്യൽ പേജിൽ നിന്നാണ് രാത്രി 7:50 ഞാനത് ഷെയർ ചെയ്തത്. രാത്രി 7:50 ഷെയർ ചെയ്ത് 9:30 കൂടിയിട്ട് 9:30 മുമ്പ് ചെയ്തിട്ടുണ്ടാവാം. ഞാൻ 9:30 നോക്കിയത്. വീണ്ടും നോക്കിയപ്പോൾ എന്റെ ഫേസ്ബുക്കിൻ്റെതായിട്ട് മറ്റേതായിട്ട് ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു. അതായത് ഈ കണ്ടന്റ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നുള്ളത്. ഇന്ത്യക്ക് വെളിയിൽ കിട്ടും. രസമല്ല, അതിന്റെ കമന്റൊക്കെ ഇപ്പോഴും എനിക്ക് കിട്ടും, പോസ്റ്റ് മാത്രമേ കിട്ടാതിരിക്കുന്നുള്ളൂ. അപ്പൊ അത് എന്തുകൊണ്ടേ എന്നുള്ളത് അതിനകത്ത് നോക്കിയപ്പോൾ ലോക്കൽ അതോറിറ്റി, അതായത് കേരള പോലീസ് എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അഭ്യർത്ഥന മാനിച്ചാണ് അവർ ആ പോസ്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത വിധത്തിൽ അതിനെ തടഞ്ഞിട്ടത് എന്നാണ് അവർ തന്നിട്ടുള്ള മെസ്സേജ്. അപ്പോൾ അത് ഹിന്ദു ഐക്യവേദിയുടെ പേജിലും സംഭവിച്ചിരിക്കുന്നു. ഇത് ആരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ അത് ഇതേ പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്നു. അപ്പൊ ആ പോസ്റ്റിനെ ഇവർ ഭയക്കുന്നു. പോലീസ് സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് അത് ചെയ്തത്. കാരണം നമ്മൾ ഹരിശങ്കർ IPS പേര് എടുത്തു പറഞ്ഞതുകൊണ്ട് അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആ പരിശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവമുണ്ട്, മതനിന്ദ നടത്തിയിട്ടും ഈശ്വരനിന്ദ നടത്തുന്നതും ഒക്കെ വ്യക്തിപരമായി ഹരാസ് ചെയ്യുന്നതും ഒക്കെയായ പോസ്റ്റുകളെ സംബന്ധിച്ച് പലപ്പോഴും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും പോലീസുകാർ ആ പോസ്റ്റ് മുക്കിക്കാൻ അല്ലെങ്കിൽ ആ പോസ്റ്റ് നീക്കിക്കാൻ ഇത്രയും താല്പര്യം എടുത്തിട്ടില്ല. പലപ്പോഴും ഞങ്ങൾ ഇടപെട്ടു എന്ന് കാണുമ്പോൾ ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് ഇട്ടവർക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായ ഭയം കൊണ്ട് അവര് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത് ഒഴിച്ച് ഒരിക്കലും കേരള പോലീസ് അത്തരത്തിൽ ഇതുവരെ ചെയ്തതായി ഞങ്ങളുടെ ആരുടെ അനുഭവത്തിലില്ല. പക്ഷെ ഇവിടെ ഒരു മണിക്കൂറിനുള്ളിൽ വളരെ ഊർജിതമായ പ്രവർത്തനം നടന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട്. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെ ഞങ്ങൾ ഉറച്ചു പറയുന്നു. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാര്, അന്നത്തെ ദേവസ്വം കമ്മീഷണർ, അതുപോലെ തന്നെ ഹരിശങ്കർ IPS, ഇത്തരം ആളുകളെ ഇതിലുള്ള ഇൻവോൾവ്മെന്റ്, ഈ സ്വർണ്ണ മോഷണത്തിലുള്ള അല്ലെങ്കിൽ ആചാര ലംഘനത്തിലുള്ള അവരുടെ ഇൻവോൾവ്മെന്റ്, ഇത് സ്വർണ്ണമോഷണം ഒരു തരത്തിൽ ആചാര ലംഘനം കൂടിയാണ്. കാരണം ദേവഹിതം ഒന്നും നോക്കാതെ തോന്നിയ വിധത്തിൽ ചെയ്ത് തോന്നിയ വസ്തു കൊണ്ടുവന്ന് എല്ലായിടത്തും നടത്തിയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. 2 യുവതികളെ അവിടെ കൊണ്ടുപോയി ദർശനം നടത്താൻ ഒരുക്കം കൂട്ടിയവർക്ക് ഈ ആചാര ലംഘനം ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഇത്തരം ആളുകളുടെ മേല് വളരെ കർശനമായ നിരീക്ഷണം ഉണ്ടാവും. അവരുടെ മേലെ തന്നെ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദിക്ക് ഈ സമയത്ത്. അതായത് ഇതിലെ ദുരൂഹത എന്ന് പറയുന്നത് ഒരുപക്ഷെ അന്ന് ഇത്തരത്തിലൊരു ആചാരലംഘനം നടത്തുന്നു, യുവതികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അങ്ങനെ മുഴുവൻ ശ്രദ്ധയും അവിടേക്ക് പോകുകയാണല്ലോ. അവിടെ സംഘർഷമുണ്ടാകുന്നു, ഭക്തരെ പോലീസ് മർദ്ദിക്കുന്നു, അതിനെ പ്രതിരോധിക്കാനായി ദേശീയ പ്രസ്ഥാനങ്ങൾ അവിടേക്ക് വരുന്നു. അങ്ങനെ ഒരു മണ്ഡല മകരവിളക്ക് കാലം മുഴുവൻ ഭക്തജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്തു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും അതിനുവേണ്ടി ഒരുക്കിയ നാടകമായിരുന്നു. അല്ലാതെ ഏത് യുവതികൾക്കായിരുന്നു ഇവിടെ തൊഴാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്രയും താല്പര്യത്തോടു കൂടി നിന്നിരുന്നത്? അത് ഇതിനു വേണ്ടി. കാരണം മുഴുവൻ ശ്രദ്ധയും ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ, ഹൈന്ദവ സംഘടനകളുടെ, ഭക്തരുടെ മുഴുവൻ ശ്രദ്ധയും ഈ ആചാര ലംഘനം എന്ന വിഷയത്തിലേക്ക് അവർ തിരിച്ചുവിട്ടു. കാരണം അന്ന് സന്നിധാനത്ത് നിൽക്കുന്ന അയ്യപ്പ ഭക്തരുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിന്റെ മുമ്പ് സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ടുപോയാൽ അവരെ ഒരു പക്ഷെ കണ്ടുവെന്ന് വരില്ല. കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ ആചാരം ലംഘിക്കപ്പെടുന്നുണ്ടോ, 18-ാം പടിയുടെ പരിശുദ്ധി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആധിയിൽ ഒരു പക്ഷേ വ്യക്തിപരമായി എന്തോ അപകടം സംഭവിക്കുന്ന തലത്തിലാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത്. അവരെ കണ്ണിന്റെ
മുമ്പ് സ്വർണ്ണപ്പാളി അഴിച്ചാൽ പോലും ഒരുപക്ഷെ അവരുടെ ശ്രദ്ധ അതിലേക്ക് പോവില്ല. അത്രമാത്രം വൈകാരികമായ വിഷയം, ആചാര ലംഘനം നടത്താനുള്ള ഒരു വാശി സർക്കാർ കാണിക്കുമ്പോൾ ഭക്തജനങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ശ്രദ്ധ മുഴുവൻ അതിലേക്ക് തിരിച്ചുവിട്ടു. ആ സമയത്താണ് ഇതിനു വേണ്ടുന്ന കളമൊരുക്കിയതും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നീങ്ങിയതും. അതിനുശേഷമാണ് നമുക്ക് ഇത് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി കൊണ്ടുപോയ തീയതികളൊക്കെ നോക്കിയാൽ നമുക്കറിയാം. അതിനുശേഷമാണ് ഇതിന് വേണ്ടുന്നതെല്ലാം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ വളരെ കൃത്യമായി അന്നത്തെ ദേവസ്വം ബോർഡ്, അല്ലാതെ ഏതായാലും ഉദ്യോഗസ്ഥന്മാരിൽ പഴിചാരിക്കൊണ്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ കള്ളം മോഷ്ടിച്ചതിന് സ്ക്രൂ ഡ്രൈവറെ കുറ്റം പറഞ്ഞ കള്ളം പൂട്ട് തുറക്കാൻ ഉപയോഗിച്ച സ്ക്രൂ ഡ്രൈവറിനെതിരെ കേസെടുക്കുന്ന മാതിരിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ വഴിചാരിക്കൊണ്ടോ അവരെ ബലിയാടുകളാക്കിക്കൊണ്ടോ രക്ഷപ്പെടുത്തിയാൽ പറ്റില്ല. കൃത്യമായി അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് ഹരിശങ്കർ IPS എന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. ആ പങ്കുള്ളത് കൊണ്ട് അവർക്ക് കുമ്പളങ്ങ കെട്ടവന് മൊഴി തുടച്ചേ മതിയാകൂ എന്നതുകൊണ്ടാണ് ആ പോസ്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ മുക്കിയത്. ഏതായാലും അത് വെളിച്ചം കാണിക്കാൻ മനസ്സ് കാണിച്ച ജനൻ TVയെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ആചാര ലംഘന സമയത്തും അയ്യപ്പ ഭക്തരോടൊപ്പം ജനൻ TV തന്നെ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതേ ആ ഉത്തരവാദിത്വ ബോധം ഒരിക്കൽ കൂടി ഈ വിഷയത്തിലും ജനൻ TV കാണിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. 2018-19 കാലയളവിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് യുവതീ പ്രവേശനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അവിടെ വലിയ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത് ഇതേ ദേവസ്വം ബോർഡും ഇതേ സർക്കാരുമാണ്. കഴിഞ്ഞ ദിവസം ശ്രീമതി ശശികല ടീച്ചർ ഇട്ട പോസ്റ്റ് കൃത്യമായിട്ട് തന്നെ അടയാളപ്പെടുത്തുന്നത് ഈ സ്വർണം ഉൾപ്പെടെ അല്ലെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും കടത്തുന്നതിന് മറയാക്കുവാൻ വേണ്ടിയാണോ 2018-19 കാലയളവിൽ ശബരിമലയിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഈ ദേവസ്വം ബോർഡും സർക്കാരും സൃഷ്ടിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന പോസ്റ്റാണ് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ ഫേസ്ബുക്കിലും മറ്റും ഇട്ടത്. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ആ പോസ്റ്റ് അപ്രതീക്ഷിതമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സംസ്ഥാന പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭാരതത്തിൽ ആ പോസ്റ്റ് ലഭിക്കാത്ത രീതിയിൽ അത് റിമൂവ് ചെയ്തത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ പോലീസും സർക്കാർ സംവിധാനവും ആ പോസ്റ്റിനെ ഭയപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഈ വളരെ പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് വരുന്ന മണിക്കൂറിലും ചർച്ച ചെയ്യേണ്ടതുണ്ട്.